നമസ്കാരം. നമ്മൾ മനോരമയുടെ മിഷനറി ആൻഡ് ട്രേഡ് എക്സ്പോയിലാണ്, കലൂരാണുള്ളത്. നമ്മൾ സാധാരണ ഒരു ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ഈ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ നമ്മൾ അടിക്കുന്ന ഓരോ പാക്കറ്റുകളിൽ അടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അത് അടിക്കുന്ന എങ്ങനെ നിങ്ങൾക്ക് അറിയോ? അത് അടിക്കുന്ന മെഷീനാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ്. ബ്രോ, ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരികയും ഇതിലൊരു ഡെമോ കാണിക്കൊണ്ടാണ് കേട്ടോ. എന്താ പരിപാടി? ചേർത്ത് വെച്ചോ. ആക്ച്വലി ഇത് ലിൻസ് എന്ന് പറഞ്ഞ UK ബേസ്ഡ് ബ്രാൻഡാണ്. ഞങ്ങൾ അതിൻ്റെ ഇന്ത്യയിലെ ഡീലേഴ്സാണ്. ഇത് കണ്ടിന്യൂസ് ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയും. ആക്ച്വലി നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമുക്ക് MRP, ബാച്ച് കോഡ്, QR കോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതായത് ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സ്പയറി കാര്യങ്ങളെല്ലാം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ഈ ഒരു പ്രിൻ്ററിലൂടെ ചെയ്യുമ്പോഴാണ്. ഇത് ഓൺലൈൻ പ്രിൻ്ററുണ്ട്, ഓഫ്ലൈൻ പ്രിൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. ഇത് കണ്ടിന്യൂസ് ഇങ്ക്ജെറ്റ് എന്ന് പറയും, അത് തെർമൽ ഇങ്ക്ജെറ്റ്. അതുപോലെ തന്നെ തെർമൽ ഇങ്ക്ജെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലേസർ പ്രിൻറ്റേഴ്സ് ഉണ്ട്. ലേസർ പ്രിൻറ്റേഴ്സ് പിന്നെ TTO. ഇത് ഓരോ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ പ്രിൻറ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ബേസിക്കലി എത്ര രൂപയാവും ഈ ഒരു മെഷീൻ? ആക്ച്വലി ഇങ്ക്ജെറ്റ് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം 2,50,000 ടു 3 lakhിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മെഷീൻ വരുന്നത് നമുക്ക് 2,50,000 പ്ലസ് ടാക്സ് ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് കൺവെയർ അല്ല, നമ്മുടെ മെഷീൻസ് മാത്രമായിട്ട്. കൺവെയർ സെപ്പറേറ്റ് അത് നമ്മുടെ റിക്വയർമെന്റ്, കസ്റ്റമർ റിക്വയർമെന്റ് ആണ്. ഇപ്പോൾ ചിലവർക്ക് കൺവെയർ വേണ്ടി വരും. അത് ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് കൺവെയർ വേണ്ടി വരില്ല. പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് മെഷീനറീസിന്റെ കൂടെ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് അടിക്കാം, അതുപോലെ ബോട്ടിൽസ്, പെറ്റ് ബോട്ടിൽസ്, ടെട്രാ പാക്കിന്റെ കവേഴ്സ്, കാർട്ടൺ ബോക്സസ്, എന്തിൽ വേണമെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ്. അപ്പൊ ഇതുപോലെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എക്സ്പയർ ഒക്കെ അടിക്കുന്ന രീതികൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെയൊക്കെ ഓരോ പാക്കറ്റുകൾ, ബ്രെഡിന്റെ പാക്കറ്റിലും പാലിന്റെ പാക്കറ്റിലൊക്കെ വരുന്നില്ലേ, അത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ മെഷീൻ ഇത്ര രൂപയാണ് കോസ്റ്റ് ആവുന്നത്. ഒരു നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വിളിച്ചോ.